ഡ്രൈ ഫ്രൂട്ട്സ് ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഖോയ എടുത്ത് ഒരു 3-4 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിൽ മൈദയിട്ട് വീണ്ടും ഒരു 4-5 മിനിറ്റ് നന്നായി കുഴയ്ക്കാം. ഇങ്ങനെ നന്നായി കുഴയ്ക്കുന്നത് വഴി ഈ മാവ് നല്ല സ്മൂത്തും സോഫ്റ്റുമായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഏലക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അടുത്തതായി ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇതിനുള്ളിൽ വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഖോയയും കുങ്കുമപ്പൂവിട്ട പാലും മിക്സ് ആക്കിയെടുത്ത് ഒരിടത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് പാനിൽ പഞ്ചസാരയും വെള്ളവും ഒരു നുള്ള ഏലക്കാപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ട് ഒരു 7-8 മിനിറ്റ് നന്നായി പാകം ചെയ്തെടുക്കുക. നല്ല ഒരു സിറപ്പാക്കി ഇതെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് അല്പം എടുത്ത് പരത്തിയ ശേഷം ഉള്ളിൽ തയ്യാറാക്കി വെച്ച് കൂട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ അറ്റവും നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇത് ഒരു റോളാക്കി എടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിലുള്ള റോളാക്കുക. ഇനി എണ്ണ പാനിൽ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ ഇട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടിയോ തണുപ്പിച്ചോ ഒക്കെ ഈ ഒരു ഗുലാബ് ജാമുൻ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഗുലാബ് ജാമുൻ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.